എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ലോട്ടറി കട ചെറുതായി തുടങ്ങുന്നതിന് ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്നാണ്. അതായത് വലിയ ലോട്ടറി കടയുടെ കാര്യമല്ല പറയുന്നത്, ഏകദേശം ഒരു ചെറിയ കട അല്ലെങ്കിൽ ചെറിയ കച്ചവടം നടത്തുന്നതിന് എത്ര ചിലവ് വരും എന്നാണ് പറയുന്നത്. നമ്മൾ ഏജൻസി എടുത്തു. ഇപ്പോൾ ഏജൻസി എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടിക്കറ്റുകളൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു, ബമ്പർ മാത്രമേ കിട്ടണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, വലിയ ഏജൻസിക്കാരെയൊന്ന് നമ്മൾ ടി സിക്ക് ചോദിച്ചാൽ അവർ സ്ഥിരമായി എടുക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും നമുക്ക് ടിക്കറ്റ് തരാതിരിക്കില്ല. അപ്പം നമുക്ക് അവരിൽ നിന്ന് കിട്ടുക ഒരു ബുക്കിന് 850 രൂപയ്ക്കാണ്. അപ്പം നമ്മളൊരു 3 ബുക്ക് എടുക്കുകയാണെങ്കിൽ 850 × 3, അപ്പോൾ നമുക്ക് കിട്ടണ 3 ബുക്കിന് കിട്ടുന്നത് 2550 രൂപയ്ക്കാണ് നമുക്ക് 3 ബുക്ക് കിട്ടുക. അപ്പോൾ ഈ 3 ബുക്ക് 2550 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമുക്കത് സെയിം ആക്കിയിട്ട് വിൽക്കാം. 3 സെയിം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. 3 സെയിമായിട്ട് 25 സെയിം ഉണ്ടാവും, പക്ഷേ 3 എണ്ണം വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഇനി വേണ്ട, നമുക്ക് ടി സിക്ക് മേടിക്കുന്നിടത്തുനിന്ന് ലോട്ടറി ഏജൻസിയുടെ അവിടുന്ന് കിട്ടണ പോലെയല്ല, നമുക്ക് ടി സിക്ക് മേടിക്കുമ്പോൾ നമുക്ക് 12 സെയിമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 12 സെയിമിൻ്റെ ഒരു 6 ബുക്ക് എടുക്കുകയാണെങ്കിൽ 12 സെയിമിൻ്റെ 6 ബുക്ക് എടുക്കുമ്പോൾ 72 ടിക്കറ്റ് ആകെ വരും. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുക 34 ഉറുപ്പിക്കാണ് നമുക്ക് ടി സിക്ക് ലോട്ടറി കിട്ടുക. അപ്പോൾ നമുക്കൊരു 12 സെയിമിൻ്റെ ഒരു 6 ബുക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് 34 × 72, 12 സെയിം എന്ന് പറഞ്ഞാൽ 72 ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് 2448 രൂപ വരും 6 സെയിമിന്. 6 സെയിം എന്ന് പറഞ്ഞാൽ 12 എണ്ണം ഉണ്ടാവും. അത് 12 എണ്ണമുള്ള 6 സെയിമിന് നമുക്ക് 2448 രൂപ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് 3 എണ്ണം വെച്ചിട്ടുള്ള 22 സെയിമായിട്ട് വിൽക്കുമ്പോൾ 75 ടിക്കറ്റ് അതിലുണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ 12 സെയിമായിട്ട് 6 എണ്ണം എടുക്കുമ്പോൾ നമുക്കതിന് 2448 രൂപ ചിലവ് വരും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു കട ഇല്ലാണ്ട് ഒരു ഈ ഒരു 3 ബുക്കോ അല്ലെങ്കിൽ 12 ഉള്ള 6 സെയിമോ എടുത്ത് വിൽപ്പന നടത്തുകയാണെങ്കിൽ നമുക്ക് വല്ല ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വല്ല സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളിലോ അല്ലെങ്കിൽ സ്കൂട്ടി ഉണ്ടെങ്കിൽ സ്കൂട്ടീൻ്റെ മുകളിലൊക്കെ നമുക്ക് കച്ചവടം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ വല്ല ചെറിയതായിട്ട് ഒരു ബോർഡ് ഇടാം. ആ ബോർഡ് ഇടാൻ നമുക്ക് അത്ര വലിയ ചിലവൊന്നുമില്ല. അതായത് വണ്ടികൾ പോണ തണലിലൊക്കെ ഒരു സ്ഥലത്ത് നമുക്കൊരു ബോർഡ് ഇടണമെങ്കിൽ, ഒരു ബോർഡ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബോർഡ്, നല്ല ബോർഡ് നമുക്ക് അടിച്ച് കിട്ടും. അവിടെ ഒരു കുട വെക്കണമെങ്കിൽ ഒരു 1000 ഉറുപ്യ. അപ്പോൾ ഒരു 7000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുട വെച്ചിട്ട് നമുക്കവിടെ കുടയുടെ കീഴിൽ നിന്നിട്ട് ഒരു സെയിം ഒരു ബോർഡ് ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 2550 അല്ലെങ്കിൽ 2448 രൂപ നമുക്ക് ചിലവാക്കി അതിനോടൊപ്പം നമ്മളൊരു 6000 രൂപ കൂട്ടാം. നമുക്ക് ഈ 6000 രൂപയും ഇതിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് 3 ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു 6 സെയിം ഇതെടുത്തിട്ട് നമുക്ക് വിൽപ്പന നടത്താവുന്നതാണ്. ഇതിന് നമുക്ക് വരുന്ന ആകെ ചിലവ് എന്ന് പറഞ്ഞാൽ 8550 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുടയും, ഒരു കുടയ്ക്ക് ഇപ്പോൾ 2000 ചില്ലറ ഉറുപ്പിയും പിന്നെ ഒരു ബോർഡിന് ഒരു 4000, അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയിട്ട് നമുക്കൊക്കെ കൂടി ചിലവ് ഒരു 8500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഏരിയയിൽ ഇങ്ങനെ റോഡ് വക്കിന് നമുക്കൊരു കുടയുടെ ഒരു ബോർഡ് ഒരു കുടയൊക്കെ ഇട്ടിട്ട് ഒരു 3 ബുക്ക് നമുക്ക് വിൽക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനിപ്പോൾ വലിയ ഇതൊന്നുമില്ല, പക്ഷെ നല്ല പോലെ നമുക്ക് കച്ചവടം കിട്ടുന്ന ഒരു കാര്യമാണിത്. അതായത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച്
ഉള്ള കുറച്ച് പൈസ കയ്യിലുണ്ട്, നമുക്കതിപ്പോൾ വേറൊരാളെ വിൽപ്പന നടത്താൻ വേണ്ടി വിൽക്കുകയാണെങ്കിൽ ഒരു തീരെ വയ്യാത്ത ഒരാളെയൊക്കെ നമ്മൾ ആ ഇങ്ങനെ ബോർഡിൻ്റെ മുമ്പിൽ ഇരുത്തുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ദിവസം ഒരു 150 ഒറ്റ 100 രൂപയൊക്കെ അത് വിൽപ്പന നടത്തുന്ന വരെ മതിയല്ലോ. അപ്പോൾ അതുപോലെ ചിലവിന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര ടിക്കറ്റ് വിറ്റ എത്ര പൈസ 5 രൂപ ഒരു ടിക്കറ്റിന് വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനും ആൾക്കാരുണ്ടാവും. കാരണം ഈ വയ്യാത്ത ഇരിക്കണമെന്ന് നടക്കാനും പണിയെടുക്കാനൊന്നും പറ്റാത്ത ആൾക്കാർ അങ്ങനത്തെ അതിന് തയ്യാറാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അത് കൂടാണ്ട് നമുക്കിങ്ങിപ്പോൾ ഒരു കട ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊരു കട ഇടണം. കാരണം ഇപ്പോൾ റോഡ് വക്കിന് വെച്ചിട്ട് വിൽപ്പന നടത്താൻ നമുക്ക് ഭയങ്കര ഒരു ഷെയിമാണ്, അല്ലെങ്കിൽ നാണക്കേടൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ, ഒന്നുകൂടി കുറച്ച് ഇതുള്ളവരാണെങ്കിൽ നമുക്കൊരു ചെറിയ കട ഇടാം. ചെറിയ കട എന്ന് പറഞ്ഞാൽ ഈ കോണി റൂമിൻ്റെ അടിഭാഗമായിട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അത് നല്ല ഏരിയ തന്നെ ആവണം. കോണി റൂമിൻ്റെ അടി എന്ന് പറഞ്ഞാൽ സെൻറ്ററുകളിലൊക്കെ ഉള്ളിടത്താവണം. അല്ലാതെ ഒരു ഉൾപ്രദേശത്ത് പോയിട്ട് അങ്ങനെ ഒരു കോണിയുടെ അടിയിൽ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു അങ്ങനെ വലിയ വിലയൊന്നും ഇല്ലാണ്ട് ദിവസ വാടകയ്ക്ക് കിട്ടും. ഒരു 150 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അധികം ഇതില്ലാത്തൊരു ഏരിയ നമുക്ക് അങ്ങനത്തെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ബുക്ക് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് 450 റുപ്യ പ്രൈസൊന്നും അടിച്ചില്ലെങ്കിൽ തന്നെ കിട്ടും. അതിൽ 100 രൂപ പോയിട്ടുണ്ടെങ്കിൽ അത്ര നഷ്ടമാണ് നമുക്ക് വരിക എന്നുള്ളൂ. എന്നാലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് അവിടെ ഇതുപോലെ ഈ 100 രൂപ കൂടാണ്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഒരു ബോർഡ്, അപ്പോൾ കുട വേണ്ട, ആ കുടയുടെ പകരം നമ്മൾക്കൊരു മാസത്തെ ഒന്നായിട്ടുള്ള പൈസ 3000 റുപ്യ വരിക ചാ ഒന്നായിട്ടുള്ള അത് കൊടുത്തിട്ട് നമുക്കൊരു ബോർഡ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് നല്ല കച്ചവടം നടത്താവുന്നതാണ്. ഈ കച്ചവടം നടത്തുമ്പം നമുക്കൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ 3 ബുക്ക് വിറ്റാൽ നമുക്ക് ബുക്ക് വിറ്റാൽ ഫുള്ളായിട്ട് വിൽക്കണം. നഷ്ടം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കച്ചവടം ചെയ്യരുത്. അപ്പോൾ ഈ ബുക്ക് വിൽക്കുമ്പോൾ നമുക്ക് 450 രൂപ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ 450 രൂപ കിട്ടണത് കൂടാതെ നമ്മളിപ്പോൾ എന്നും ഈ 450 രൂപ എന്നല്ല നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 450 രൂപ നമുക്ക് കിട്ടണതിനൊപ്പം ഒരാഴ്ചയിലൊരിക്കൽ, ഞാൻ വലിയതായിട്ട് പറയണില്ല, ആഴ്ചയിലൊരിക്കൽ ഈ സെയിമാണ് എടുക്കണമെങ്കിൽ ഒരു 5000 രൂപ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5000 രൂപ അടിച്ചാൽ നമുക്ക് കമ്മീഷൻ മാത്രം കിട്ടും. 12,600 വെച്ചിട്ട് 12,600 നോക്കി നോക്കിയേ. അപ്പം നമുക്ക് അത്രയും 7200 രൂപയോളത്തെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ദിവസം നമുക്ക് നഷ്ടമില്ലാണ്ട് ഇത്രയും 450 രൂപ കിട്ടണു. അതിലിപ്പോൾ നമ്മൾ 100 റുപ്യൊക്കെ പോകണ്ടെങ്കിൽ 350 രൂപയെ കിട്ടുള്ളൂ. പിന്നെ അതല്ല 450 റുപ്യ 350 റുപ്യ ഒരു ഇതുമില്ലാണ്ട് കിട്ടണതിൻ്റെ ഒപ്പം നമുക്ക് ഈ ആഴ്ചയിലൊരിക്കൊരു 5000-ൻ്റെ 12 സെയിമോ, അല്ലെങ്കിൽ 5000-ൻ്റെ 3 ബുക്ക് എടുക്കണമെങ്കിൽ 3 എണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ 12 ഉണ്ടാവും. ഇപ്പോൾ എത്രയായാലും ഒരു 2000 രൂപ നമുക്ക് അങ്ങനെ ആ ഇനത്തിൽ കിട്ടുക. അല്ലെങ്കിൽ വേണ്ട, ഒരു 1000-ന് ലോട്ടറി അടിച്ചു, 1000-ന് അപ്പം നമുക്ക് എത്ര കിട്ടും? 120 റുപ്യ വെച്ചിട്ട് 1000-ന് കിട്ടും. 12 120 ആകുമ്പോൾ 1200 ആയില്ലേ. അപ്പോഴും നമുക്കൊരാഴ്ചയിൽ നമുക്കതൊരു തന്നെയല്ലേ കൂടുതൽ. പിന്നെ നമ്മളിത് ഈ കച്ചവടം ചെയ്ത് വലുതാവുക അല്ലെങ്കിൽ കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് കൂടുതൽ ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തിയ ഈ ഒരു ബുക്കിൻ്റെ മുകളിൽ 850 എന്നുള്ളത് 350 എന്നുള്ളത് ഒരു 5 ബുക്കാകുമ്പോൾ അപ്പോൾ നമുക്കത് കൂടുതലായി 300 രൂപ ആകുമ്പോൾ 750 രൂപയാവില്ലേ. അങ്ങനെ നമ്മൾ കൂടിയിട്ട് വരാനും അതിനനുസരിച്ച് പ്രയത്നിക്കാനും നോക്കണം. ഏത് കാര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും. ബിസിനസ് ആകുമ്പോൾ എന്തും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല നിലയിലും നമ്മൾ പ്രവർത്തിച്ച് വർക്ക് ചെയ്ത്, കാരണം നേരത്തെ ലോട്ടറി കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നേരത്തെ കട തുറക്കണം. അതായത് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ 6:30 7 മണിക്ക് മുമ്പ് തന്നെ ആൾക്കാർ ഓരോ പണിക്ക് പോകുമ്പോഴും മറ്റുള്ള ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ഇതിന് ടിക്കറ്റ് അവിടെ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് വിൽപ്പന റെഡിക്ക് നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു നമ്മൾ തൊള്ളയിൽ തോന്നിയ പോലെ നേരം വൈകിട്ട് ഒരു 10 മണിക്കൊക്കെ ചെന്ന് കട തുറന്നു, അല്ലെങ്കിൽ അവിടെ ഇരുന്നു, അത് കഴിഞ്ഞ് 3 മണിക്ക് ഇത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാണ്ട് പോന്നു, പിന്നെ തോന്നണ നേരത്ത് പോയി, അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ നല്ല പോലെ പ്രയത്നിക്കണം. നമ്മളതിന് ഏത് തരത്തിലാണ് നമ്മുടെ ടിക്കറ്റ് വിറ്റ് പോവുക എന്നുള്ള ഒരു ഇത് കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മളിതുപോലെ തന്നെ
ആൾക്കാരെ പറഞ്ഞ പോലെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെയായാലും ടി സിക്ക് നമുക്ക് ബുക്ക് കിട്ടാതിരിക്കില്ല. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയുന്ന ആൾക്കാർ തന്നെ ആവുമല്ലോ നാട്ടിലുള്ളവർ. അപ്പോൾ നമുക്കവർ ടി സിക്ക് എന്തായാലും തരും. ടി സിക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കമ്മീഷൻ, അല്ലാതെ അവരെടുക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ടി സിക്ക് ബുക്ക് മേടിച്ച് കഴിഞ്ഞാൽ അവർ 850 അപ്പോൾ അവർക്ക് ആ ഒരു ബുക്കിൻ്റെ മുകളിലുള്ള പൈസയാണ് അവർ ലാഭമായിട്ട് എടുക്കണുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ആണ് അവർ കമ്മീഷൻ തരുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ലാഭം തന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട 12 സെയിമുകൾ എടുക്കുക. അതായത് ബുക്കുകളായിട്ട് എടുക്കുമ്പോൾ ഒരു 12 ബുക്കിൽ ഒരേപോലത്തെ ഇത് അതേപോലെ അല്ല, നമുക്കൊരു വ്യത്യസ്തമായ നമ്പറുള്ള സെയിമുകൾ എടുക്കാം. ഒരു സെയിം ഇത്രയാണെങ്കിൽ അടുത്ത സെയിം വേറെ നമ്പറുകളായിട്ട് എടുക്കാം. ടി സിക്ക് എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ടി സിക്ക് എടുത്തിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കും കിട്ടും. അതുപോലെ തന്നെ അന്നന്നൊക്കെയുള്ളത് അന്നന്ന് മേടിച്ചാലും മതി. ഇതിപ്പോൾ ലോട്ടറി ഓഫീസിൽ പോയിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഒരു ദിവസത്തെ ടിക്കറ്റിന് പോയിട്ട് ഇത്ര കുറേ നേരം മെനക്കെട്ട് നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു 8 മണിക്കൊക്കെ അവിടെ എത്തിയിട്ട് നമ്മളിതൊക്കെ എഴുതി കൊടുത്ത് കയ്യിൽ കിട്ടി വരുമ്പോഴത്തേനും ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ അന്നത്തെ വിൽപ്പന നടത്തില്ല, അത് പിറ്റന്നേ നടക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിനായിട്ട് നമ്മൾ ലോട്ടറി ഓഫീസിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട നടക്കില്ല. അതായത് 2, 3, 4 ദിവസത്തിന് എടുക്കണം. അപ്പോൾ നമ്മളിൽ കൂടുതൽ പൈസ വേണം. ഈ പറഞ്ഞ പൈസ 3 ബുക്ക് എടുക്കണമെങ്കിലും അവിടുന്ന് നമുക്ക് എടുക്കണമെങ്കിൽ ഈ ഒരു 10,000 രൂപ വേണം ഏത് ബുക്ക് എടുക്കാൻ മാത്രമായിട്ട്. അപ്പോൾ അതിൽ അത്ര പൈസ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത്. അതേസമയം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നാലും അന്നന്ന് മെനക്കെട്ടിട്ട് ഈ ബുക്ക് എടുക്കാനും ഇതിന് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ ഒരു 3 ദിവസത്തൊക്കെ ബുക്ക് എത്ര ആയാലും എടുക്കും. 3, 5, 7 ഒക്കെ ദിവസത്തെ ബുക്ക്, ഒരാഴ്ചത്തെ ബുക്കൊക്കെ ഈ ചെറിയ 3 ബുക്ക് 5 ബുക്കൊക്കെ എടുക്കണവർ ഒരാഴ്ചത്തെ 4 ദിവസത്തെയൊക്കെ ബുക്ക് എടുത്തിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്ത്, അതായത് കൂടിയ ഒരു 8,550 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ലോട്ടറി കട അല്ലെങ്കിൽ ലോട്ടറി കച്ചവടം ചെറുതായി തുടങ്ങാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പരിശ്രമിച്ച് നോക്കുക. വിജയം കണ്ടെത്തുമെന്ന് ഉറപ്പിച്ച് പരിശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.